വെനസ്വേലയെ ഞെട്ടിച്ച് വീണ്ടും ഭൂകമ്പം 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്ന് രാവിലെ വീണ്ടും ഉണ്ടായി എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കാഷ്വാലിറ്റീസിൻ്റെയോ നാശനഷ്ടങ്ങളുടെയോ ഒന്നും കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ ഇതിനിടയിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വാർത്ത കൂടിയുണ്ട്. 3000-ഓളം പേർക്ക് പരിക്കേറ്റു, 1,00,000-ഓളം പേരെ കാണാതായി. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടത് ലാ ഗ്വാജിറ പ്രവിശ്യ സൈന്യത്തെ നിയന്ത്രണത്തിലാക്കി ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഉത്തരവിട്ടിട്ടുണ്ട്. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പാർവതി, ഒരു മിനിറ്റിനിടയിൽ 2 ഇരട്ട ഭൂകമ്പങ്ങളാണ്. അത് മാത്രമല്ല ഇന്ന് രാവിലെ വീണ്ടും ഭൂകമ്പം ഉണ്ടാകുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളെന്ന് വേണം മനസ്സിലാക്കാൻ. അതേ രഞ്ജിത്ത്, വെനസ്വേലയിൽ ആശങ്ക ഒഴിയുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസമുണ്ടായ ഇരട്ട ഭൂകമ്പത്തിന് പിന്നാലെ കഴിഞ്ഞ അല്പസമയം മുൻപ് വെനസ്വേലയിൽ വീണ്ടും ഭൂചലനമുണ്ടായെന്ന റിപ്പോർട്ടാണ് വരുന്നത്. റിക്ടർ സ്കെയിലിൽ 4.9 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ഇപ്പോൾ വെനസ്വേലയിൽ രാത്രിയാണ് സമയം. നമുക്കറിയാം, ബുധനാഴ്ച വൈകിട്ടാണ് 7.2ഉം 7.5ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വെനസ്വേലയെ പിടിച്ചുകുലുക്കിയത്. വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഏകദേശം 1000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 1,00,000-ലേറെ പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ചികിത്സയിലാണ്. അതിനിടയിലാണ് വെനസ്വേലയിൽ വീണ്ടും ഭൂചലനമുണ്ടായിട്ടുള്ളത്. വെനസ്വേലയിലെ തലസ്ഥാനമായ കാരക്കാസിലും മാറക്കൈ എന്നീ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഭൂചലനമുണ്ടായിട്ടുള്ളത്. ബുധനാഴ്ച ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിന്ന് ഭൂചലനത്തിന്റെ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെയാണ് തുടർ ചലനങ്ങൾ ഉണ്ടാകുന്നതെന്നതാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇതിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായവും വെനസ്വേലയ്ക്ക് ലഭിക്കുന്നുണ്ട്. 300ഓളം കെട്ടിടങ്ങൾ ആണ് പൂർണ്ണമായി നിലം പൊത്തിയത്. ഇതിനുള്ളിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും അവരുടെ നിലവിളി കേൾക്കുന്നതായും രക്ഷാപ്രവർത്തകർ പറയുന്നു. കഴിഞ്ഞ ദിവസവും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം രക്ഷപ്പെടുത്തിയിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് 23 ആളുകളെ രക്ഷപ്പെടുത്തുകയും അവിടെ നിന്ന് 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഒപ്പം തന്നെ ചൈനക്കാരായ 2 പേരുടെ മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു. രാജ്യത്തെ 6.76 മില്യൺ ആളുകളെയാണ് ഈ ഭൂകമ്പം ബാധിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇതിൽ 2 മില്യൺ ആളുകൾ കാരക്കാസിൽ തന്നെയാണ്. തലസ്ഥാനമാണ് കാരക്കാസ്. വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം 6.7 ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് വെനസ്വേല നേരിടുന്നത്. ഇത് മറികടക്കാൻ വലിയ സമയം വേണ്ടിവരും. ഈ ആഘാതത്തിൽ നിന്ന് കരകയറാനായി ഈ രാജ്യം വളരെയേറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യവുമുണ്ട്. ദുരന്തമുണ്ടായി 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാൻ സാധിച്ചാൽ അത് ഒരുപാട് പേർക്ക് അതിജീവനത്തിനുള്ള സാധ്യതയാകും. പക്ഷേ ഈ തുടർ ചലനങ്ങൾ ഇത്തരം രക്ഷാപ്രവർത്തനത്തിനും തടസ്സമാകുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്റർനെറ്റ് വൈദ്യുതി ബന്ധങ്ങളെല്ലാം തകരാറിലാണ്. ആളുകൾക്ക് ആശയവിനിമയ സംവിധാനം ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല. അതിനും സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുങ്ങിയ അല്ലെങ്കിൽ കാണാതായ ആളുകൾക്കായുള്ള തെരച്ചിലിനും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനായുള്ള എല്ലാ സഹായവും ലഭിക്കുന്നുണ്ട് വെനസ്വേലയ്ക്ക്. ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി വെനസ്വേലയിലെ ഇടക്കാല പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടായി സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തൊരു രാജ്യമാണ്, വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്നൊരു രാജ്യമാണ് വെനസ്വേല. ഈ വെനസ്വേലയെ വീണ്ടെടുക്കാൻ ആണ് ലോകരാജ്യങ്ങൾ ഒന്നിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സഹായവുമായും രംഗത്തുണ്ട്. ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന പേരിൽ ഇന്ത്യ അടിയന്തര സഹായം വെനസ്വേലയ്ക്ക് കഴിഞ്ഞ ദിവസം അടിയന്തര സഹായവുമായി വിമാനമടക്കം പുറപ്പെട്ടിട്ടുണ്ട്. അതിൽ അവശ്യ സാധനങ്ങളും മരുന്നുകളും ഉൾപ്പെടും. 41 അംഗ ടീം, അതിൽ രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്നതാണ് ഈ സംഘം. IAF C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളിലായാണ് ഇന്ത്യ വെനസ്വേലയ്ക്ക് സഹായം എത്തിക്കുന്നത്. എല്ലാ സഹായവും ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 60 പാരാഫീൽഡ് ഹോസ്പിറ്റലിൽ നിന്നുള്ള 9 മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള 41 അംഗ വിദഗ്ധ ആരോഗ്യ പ്രവർത്തകർ അടങ്ങുന്ന സംഘമാണ് ഉള്ളത്. 2 ഭീഷ്മ ക്യൂ പോർട്ടബിൾ ഹോസ്പിറ്റലുകളും ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.